ആംബുലൻസ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അമിത വേഗതയെടുക്കാവൂ എന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. രോഗികൾ ഇല്ലാതെ ചീറിപ്പായുന്ന ആംബുലൻസുകൾ പരിശോധിച്ചാൽ രോഗിയെ എടുക്കാൻ പോകുകയാണെന്ന മറുപടിയാണ് ലഭിക്കുക. ഇതിനാൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അമിത വേഗതയിലുള്ള യാത്ര ആംബുലൻസ് ഡ്രൈവർമാർക്ക് മാനസിക പിരിമുറുക്കത്തിന് കാരണമാക്കും. ഇത് ഹൃദയാഘാതത്തിനു വരെ ഇടയാക്കും. ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർക്കായി കൗൺസിലിംഗ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം RTO വ്യക്തമാക്കി. ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കൊച്ചിക്ക് എയർ ആംബുലൻസുകൾ അത്യാവശ്യമാണ്. തിരക്കേറിയ റോഡിൽ അമിത വേഗതയിൽ ആംബുലൻസ് യാത്ര സുരക്ഷിതമല്ല. ട്രാഫിക് ബ്ലോക്ക് വർദ്ധിക്കും. ആംബുലൻസുകൾക്ക് വേഗപരിധിയില്ല. ഏത് വശത്തുകൂടിയും ഓടിക്കാം. എന്നാൽ ആംബുലൻസുകളുടെ പുറകെ പോകുന്ന പ്രവണത അപകടം വിളിച്ചു വരുത്തും. ആംബുലൻസുകൾ എപ്പോൾ വേണമെങ്കിലും സഡൻ ബ്രേക്ക് ഇടാം. ഇത് പിന്നാലെ പോകുന്ന വാഹനങ്ങളെ അപകടത്തിൽ പെടുത്തും. കൂടാതെ ആംബുലൻസ് ഡ്രൈവറും മുന്നിലിരിക്കുന്ന ആളും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം. രോഗിക്കൊപ്പം 2-ൽ കൂടുതൽ ആളുകളെ കയറ്റരുത്. വാഹനത്തിനുള്ളിൽ നിർബന്ധമായും അഗ്നിരക്ഷാ ഉപകരണം സ്ഥാപിക്കണം. ഇത് കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യണം. ആംബുലൻസിനുള്ളിൽ ഓക്സിജൻ സിലിണ്ടർ എല്ലാ വർഷവും സർവീസ് ചെയ്യണം. വാഹനത്തിന്റെ എഞ്ചിൻ, ബ്രേക്കിന്റെ കാര്യക്ഷമത, ഹോൺ എന്നിവ കൃത്യമായി പരിശോധിക്കണം. വാഹനങ്ങളുടെ വലുപ്പം അനുസരിച്ച് മാത്രം ICU, സൂപ്പർ ICU സൗകര്യങ്ങൾ ഉൾപ്പെടുത്തണം.